പറമണ്ണൂർ വട്ടപ്പറമ്പ് അങ്കണവാടിയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മോടൊപ്പം ഇവിടെ ചേർന്നിട്ടുള്ളത് കുറ്റിപ്പുറം ബ്ലോക്ക് പ്രസിഡൻ്റായിട്ടുള്ള വസീമ വേളേരി, വൈസ് പ്രസിഡൻറ്റ് PC നൂറ്, അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പിളിയം പ്രസിഡൻറ്റ് ഷാനവാസ്, എല്ലാവരും നമുക്കൊപ്പമുണ്ട്. ഖദീജത്ത, എല്ലാവരും ഉണ്ട്. നമുക്ക് ഇവരോടൊക്കെ ചോദിക്കാം എന്താണ് ഇന്നത്തെ ഒരു പ്രത്യേകത, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പുറമണ്ണൂർ വട്ടപ്പറമ്പ് സ്മാർട്ട് അങ്കണവാടി വന്നിട്ട് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ തന്നെ ബഹുമാന്യനായ കോട്ടക്കൽ നിയോജക മണ്ഡലത്തിൻ്റെ MLA ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോടനുബന്ധിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ചടങ്ങുകളും ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടക്കാൻ പോകുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിനൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുണ്ട് ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എന്നുള്ളതാണ്. നമുക്കറിയാം, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 15 ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 7 ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ 6 ലക്ഷം രൂപയും വകയിരുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു മനോഹരമായിട്ടുള്ള അംഗൻവാടി ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിനു വേണ്ടിയിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ കുഞ്ഞിപ്പാക്ക നിരന്തരം ഈ വിഷയം ഭരണസമിതിയിൽ അവതരിപ്പിക്കുകയും അതോടനുബന്ധിച്ച് തന്നെ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിട്ടുള്ള അമീറും ഇത്തരത്തിൽ ഇതുപോലെ ഒരു സ്മാർട്ടായ അംഗൻവാടിക്ക് വേണ്ടി ഫണ്ട് അനുവദിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിലൊരു ഫണ്ട് ഇവർക്ക് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. എന്തായിരുന്നാലും നമുക്കറിയാം, ഇന്നത്തെ ഈ ഒരു ചടങ്ങ് ഇവിടെ കാണുമ്പോൾ തന്നെ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഏകദേശം 30 വർഷക്കാലത്തോളം ഒരു വാടക കെട്ടിടത്തിൽ സ്ഥിതി ചെയ്യുന്ന അംഗനവാടിക്ക് ഇന്ന് സ്വന്തമായിട്ടൊരു കെട്ടിടം ഉണ്ടായി എന്നുള്ളത് ഇവിടുത്തെ ഈ ഒരു ചടങ്ങ് കാണുമ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും നിരന്തരമായിട്ടുള്ള ശല്യം എന്നൊക്കെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിൽ 31 അംഗനവാടികളാണ് മൊത്തമായിട്ടുള്ളത്. അതിൽ 29ാമത്തെ അംഗനവാടിക്കും സ്വന്തമായി കെട്ടിടം വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് 2 അംഗനവാടിക്കാണ് കെട്ടിടം പൂർത്തിയാകാനുള്ളത്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT അമീറിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ്, സംശയമൊന്നുമില്ല. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ കുഞ്ഞിപ്പാക്കയുണ്ട്. നമുക്കറിയാം, വലിയൊരു ഇതുപോലൊരു കെട്ടിടം ഇരുമ്പിളി പഞ്ചായത്ത് ഒരു അംഗനവാടിക്കും ഇല്ല. നമുക്ക് നോക്കി അറിയാൻ സാധിക്കും. പുറമണ്ണൂർ വട്ടപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന അംഗനവാടി 28 ലക്ഷം രൂപയോളം ചിലവഴിച്ചുകൊണ്ടാണ്. ഡിപ്പാർട്ട്മെൻറ്റ് 15 ലക്ഷം രൂപയുണ്ട്, പഞ്ചായത്തിൻ്റെ 6 ലക്ഷം രൂപയുണ്ട്, 7 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൂടി 28 ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഒരു സ്മാർട്ട് അംഗനവാടി ആയിക്കൊണ്ട്, നമുക്കൊരു അതിമനോഹരമായിട്ട് അംഗനവാടി ആയിക്കൊണ്ട് ഇപ്പോൾ നമ്മളാ പരിപാടി കണ്ടാണല്ലോ നിങ്ങൾ. അത് കാണുമ്പോൾ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഇവിടെ. പിന്നെ കുട്ടികളുടെ ഇപ്പോഴത്തെ ആവേശമായ കൊമ്പങ്കാട് കോയയും കുഞ്ഞാപ്പും അടക്കമുള്ള ആളുകൾ വരാൻ പോവുകയാണ്. ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഇതിന് ഉദ്ഘാടനമൊക്കെ തീരുമാനിച്ചു വെച്ചതായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ പ്രിയപ്പെട്ട നമ്മുടെ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ കരങ്ങൾ നിർവഹിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഇന്നിവിടെ നമ്മൾ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയ്ക്ക് ഇന്ന് വൈകുന്നേരത്തോടു കൂടി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റ് ഉദ്ഘാടനം ചെയ്തിട്ടാണ് നമ്മൾ പരിപാടികൾ അവസാനിപ്പിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് 2 അംഗനവാടികളുണ്ട്. അത് അടുത്ത ഞങ്ങൾ ഈ ബോർഡ് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ പൂർത്തീകരിക്കുന്ന ആഗ്രഹത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. വളരെ അഭിമാനത്തോട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. നൂർക്ക് നേരത്തെ കുഞ്ഞിപ്പക്ക ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് വിശദീകരിച്ചു. എന്താണ് പറയാനുള്ളത്? ഇന്ന് നമ്മുടെ പറമണ്ണൂരിലുള്ള വട്ടപ്പറമ്പ് അംഗനവാടി ഉദ്ഘാടനം ചെയ്യപ്പെട്ട് രാവിലെ വളരെ ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു. നമ്മുടെ ബഹുമാനായ MLA ആബിദ് ഹുസൈൻ തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അപ്പോൾ തന്നെ ഇവിടെ കണ്ടമാനം ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഉത്സവാന്തരീക്ഷമാണ്. ഇപ്പോൾ വലിയ പരിപാടികളോടുകൂടി 2 മണിക്ക് തുടങ്ങിയതാണ് കുട്ടികളുടെ കലാപരിപാടികളുടെ, അമ്മമാരുടെ കലാപരിപാടികൾ. അപ്പോൾ ഒരു നാടിൻ്റെ ഉത്സവമാക്കി ഈ അംഗനവാടിയുടെ ഉദ്ഘാടനം മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ കമ്പക്കാട് കോയ അതൊക്കെ ആരൊക്കെയാവ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തായാലും നിറഞ്ഞ സദസ്സാണ് ഇവിടെ, നല്ല സഞ്ചയമാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും അംഗനവാടിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സ്മാർട്ടായ ഒരു അംഗനവാടി. ഈ ബ്ലോക്ക് പഞ്ചായത്ത് വന്നതിന് ശേഷം നമ്മളുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ എല്ലാ അംഗനവാടികളും സ്മാർട്ടാക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഏറെക്കുറെ ഒരു 90% അംഗനവാടികളും സ്മാർട്ടാക്കി കഴിഞ്ഞു. ഇനി ചുരുക്കം ചില അംഗനവാടികൾ മാത്രമാണുള്ളത്. അതും ഈ വർഷത്തോടു കൂടി പൂർത്തിയാകും. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിലും തന്നെ 6ാമത്തെ 7ാമത്തെ അംഗനവാടിയാണ് പുതുതായി നിർമ്മിച്ച അംഗനവാടി. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാമ്പത്തിക സഹായങ്ങളടക്കം ഞങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരു പരിപാടിയായി, നല്ലൊരു ഉത്സവാന്തരീക്ഷത്തിൽ നടക്കുന്ന ഈ പരിപാടി എല്ലാ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും അതോടൊപ്പം തന്നെ ഈ വാർഡിൻ്റെ മെമ്പറും
ഇരുമ്പിളിയം പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ അമീറിൻ്റെ വലിയ ഒരു പ്രവർത്തനം ഇതിൻ്റെ പിന്നിലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അദ്ദേഹത്തെയും അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തും അതുപോലെ ജില്ലാ പഞ്ചായത്തും ഒക്കെയുള്ള സംരംഭം ഒത്തുകൂടിയുള്ള വലിയ ഒരു നല്ല ഒരു അംഗനവാടിയാക്കി മാറ്റിയെടുക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട്. അതീവ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. നന്ദി. നമുക്ക് ഖദീജത്തോട് ചോദിക്കാം, എന്തൊക്കെയാണ് പറയാനുള്ളത്? നമ്മുടെ പരിസരത്ത് നല്ലൊരു സ്മാർട്ട് അംഗനവാടിയാണ് വന്നിട്ടുള്ളത്, എന്താണ് പറയുക? തീർച്ചയായിട്ടും നല്ലൊരു സ്മാർട്ട് അംഗനവാടിയാണ്. ഇപ്പോൾ കണ്ടതിൽ ഏറ്റവും വെച്ച് നല്ലൊരു സ്മാർട്ട് അംഗനവാടിയായിട്ട് തന്നെ കാണാം. രാവിലെ ഉദ്ഘാടനത്തിന് ഇവിടെ MLA ഉണ്ടായിരുന്നു, കൂടെ വന്നിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് പോയത്. അടിപൊളി. എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇവിടുത്തെ ഒരു ജനക്കൂട്ടം കാണുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് മനസ്സിലാവും. ഇവിടെ ഒരു എന്താണെന്ന് പറയാൻ അറിയണില്ല, അത്രയും നല്ലൊരു ജനങ്ങളാണ് ഇവിടെ. ഇതിന് ഉത്സവമായിട്ടാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. പിന്നെ പറഞ്ഞാൽ ഞങ്ങളൊരു പഞ്ചായത്തിലൊരു ഇത് വെക്കുമ്പോൾ തന്നെ ഞങ്ങൾ കളിയാക്കിയിട്ട് മെമ്പറെ ചോദിക്കും, അമീർ മെമ്പർ അത് 6ാം വാർഡൊക്കെയല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇത്രയും ഒരു ആക്റ്റീവായിട്ട് ആ വാർഡൊക്കെ കൊണ്ടുവരാനും ആ വാർഡിൽ ഇതിങ്ങനെ പ്രവർത്തിക്കാനും കഴിവിലൊരു മെമ്പറായിട്ട് തന്നെ നമുക്ക് അവരെ പുകഴ്ത്തണം. പിന്നെ അതേപോലെ തന്നെ ഭരണസമിതി ഇതിന് ഒപ്പം നിന്നിട്ടുണ്ട്. ഭരണസമിതി പ്രസിഡൻ്റ് ആയാലും ബാക്കി ബ്ലോക്ക് എല്ലാവരും ഇതൊരു ഉത്സവമായിട്ട് തന്നെ ഇത് ഈ ഒരു അംഗനവാടി ഇത്രയും നന്നാക്കി കൊണ്ടുനടക്കാൻ കൂടുതൽ അവരൊക്കെ എല്ലാവരും ഇതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഒരു ഉത്സവം മാറ്റാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും പറയുന്നത് പോലെ ഒത്തൊരുമിച്ചുള്ള ഒരു ശ്രമം. എന്താണ് പറയാനുള്ളത്? നമ്മുടെ അമീർ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അംഗനവാടി. എന്താണ് പറയാനുള്ളത്? അംഗനവാടി ഈ ഭാഗത്ത് നല്ലൊരു അംഗനവാടി അത്യാവശ്യമാണ്. കുട്ടികൾക്ക് തുടക്കം വിദ്യാഭ്യാസത്തിനും കാര്യങ്ങൾക്കും എല്ലാത്തിനും. അപ്പോൾ ഈ വാർഡിൽ വളരെ നന്നായിട്ടുണ്ട്. അതന്നെ പറയാനുള്ളത്. അമീർ ഭായി ഇത്രയും നല്ല കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു പ്രവർത്തനങ്ങളാണ്, അഭിനന്ദാർഹ കാര്യമാണ്. അത്രയൊക്കെ തന്നെ. നന്ദി. എല്ലാവരും പറയുന്നത് പോലെ ഏറെ ശ്രമകരമായിട്ട് ഒരാൾ മുന്നിട്ടിറങ്ങുക. അമീർ സാറ് മുന്നിട്ടിറങ്ങി, കൂടെ മറ്റെല്ലാവരും പ്രസിഡൻ്റ്, ബ്ലോക്ക് പ്രസിഡൻ്റ് ആയിക്കോട്ടെ, മറ്റെല്ലാവരുടെയും ഒരു എന്താ പറയുക, കൂട്ടിപ്പിടിച്ച ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു അംഗൻവാടി, ഒരു സ്മാർട്ട് അംഗൻവാടി ഇവിടെ വന്നിട്ടുള്ളത്. വളരെ സന്തോഷകരമായ ഒരു സാഹചര്യം, വളരെ വർണ്ണാഭമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ ഉത്സാഹത്തോടെയും മറ്റും ഇവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുന്ന ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട MLA ആണ്. ഇനി വരാൻ പോകുന്നത് കൊമ്പൻകാട് കോയയും അതുപോലെ കുഞ്ഞാപ്പും ഒക്കെയാണ്. അപ്പോൾ അവരെ കാത്തിരിക്കുകയാണ് ജനങ്ങൾ. ഇവിടെ കുട്ടികളുടെ പരിപാടിയൊക്കെ ആയിട്ട് വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുകയാണ്. എന്തായാലും വളരെ സന്തോഷത്തോടെ നമ്മളും ഇവിടുന്ന് പിരിയുകയാണ്. നന്ദി, നമസ്കാരം. മെമ്പറായിട്ടുള്ള 4ാം വാർഡിൻ്റെ മുൻ മെമ്പറായിട്ടുള്ള മമ്മു പാലോളി ഇവിടെ ഉണ്ട്. എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അംഗനവാടിയൊക്കെ വന്നതല്ലേ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇരുമ്പിളിയം പഞ്ചായത്തിൻ്റെ മുൻ മെമ്പറാണ്. എനിക്ക് ഈ 6ാം വാർഡിൻ്റെ കാര്യത്തിൽ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ അമീർ മെമ്പർ എനിക്കറിയാവുന്നതാണ്. അദ്ദേഹം ഒരുപാട് ഇതിൻ്റെ മുൻപ് 7ാം വാർഡിൽ വികസനം നടത്തിയ ഒരു ആളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഈ 6ാം വാർഡിൽ വന്നപ്പോൾ അതേപോലെ ഒരു നല്ല വികസനം കാഴ്ചവെച്ചതിൻ്റെ ഒരു അനുഭവമാണ് ഇപ്പോൾ കാണുന്നത് ഈ അംഗനവാടി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സന്മനസ്സുകൊണ്ട് ജനങ്ങൾക്കും ഇവിടുത്തെ ജനങ്ങൾക്കും എല്ലാം കൊണ്ടും നല്ലൊരു കാഴ്ചവെച്ച ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള നല്ല വികസനങ്ങൾ കൊണ്ടുവരുന്നതിന് അമീർ മെമ്പർ ഏറ്റവും നല്ല ഒരു മെമ്പറാണെന്ന് തന്നെ എനിക്ക് പറയാനുള്ളത്. അത്ര കൃഷ്ണേട്ടൻ ഉണ്ട് നമ്മുടെ കൂടെ. എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു അംഗൻവാടി കയറിയത് നമുക്ക് വളരെ സന്തോഷമാണ്. പിന്നെ ഈ വാർഡിൽ നല്ലൊരു ഇതായിട്ടാണ് ഇതിവിടെ കാണപ്പെട്ടിട്ടുള്ളത്. നമ്മൾ നല്ലൊരു ഇതാണ് അംഗനവാടി. കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ? ഇതാ നമ്മളെ പേരക്കുട്ടികൾ പോകുന്നുണ്ട് അംഗനവാടി. ഇതാ അവിടെ 7ാം വാർഡിലാണ്, അവിടെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെ. ഏതൊരു കാര്യത്തിൻ്റെ വിജയത്തിലും ഒരാളുടെ ശ്രമം ഉണ്ടാവും. വളരെ ശ്രമകരമായിട്ടാണ് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട അമീർ വീട്ടി എന്നിട്ടുള്ള ഇരുമ്പിളിയം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതും. എല്ലാവരുടെ നാവിൽ നിന്നും ഒരുപോലെ ആ പേര് വന്നതും പുറമണ്ണൂർ
അങ്കണവാടി ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഉദ്ഘാടന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട ആബിദ് ഹുസൈൻ MLA ആണ്. ഇപ്പോൾ ഇനി വരാനിരിക്കുന്ന പരിപാടികളിൽ കൊമ്പൻകോയും അതുപോലെ കുഞ്ഞാപ്പൂവൊക്കെ വരുന്നുണ്ട്. ഇവിടെ നാട്ടുകാരൊക്കെ വളരെയേറെ സന്തോഷത്തോടും ആഹ്ലാദത്തോടു കൂടിയാണ് കാത്തിരിക്കുന്നത്. ഉത്സവഭരിതമായിട്ടുള്ള ഉത്സവ ലഹരിയിലാണ് പുറമണ്ണൂരിലെ നാട്ടുകാർ. അതോടൊപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ.